വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 20 മുതൽ 22 വരെ തിരുവചനങ്ങൾ. യഥാകാലം പൂർത്തിയാകേണ്ട എൻ്റെ വചനം അവിശ്വസിച്ചതുകൊണ്ട് നീ മൂകനായിത്തീരും. ഇവ സംഭവിക്കുന്നത് വരെ സംസാരിക്കാൻ നിനക്ക് സാധിക്കുകയില്ല. ജനം സക്കറിയായെ കാത്ത് നിൽക്കുകയായിരുന്നു. ദൈവാലയത്തിൽ അവൻ വൈകുന്നതിനെപ്പറ്റി അവർ അത്ഭുതപ്പെട്ടു. പുറത്തു വന്നപ്പോൾ അവരോട് സംസാരിക്കുന്നതിന് സക്കറിയായ്ക്ക് കഴിഞ്ഞില്ല. ദൈവാലയത്തിൽ വെച്ച് അവൻ എന്തോ ദർശനമുണ്ടായി എന്ന് അവർ മനസ്സിലാക്കി. അവൻ അവരോട് ആംഗ്യം കാണിക്കുകയും ഊമനായി കഴിയുകയും ചെയ്തു. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ദൈവസന്നിധിയിൽ നിൽക്കുന്ന കർത്താവിൻ്റെ മാലാഖ ദൈവത്തിൻ്റെ തിരുമനസ് സക്കറിയായെ അറിയിക്കുന്നു. സക്കറിയായുടെ ദീർഘകാലത്തെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായിട്ടാണ് ദൂതൻ സക്കറിയായുടെ അടുക്കൽ വരുന്നത്. എന്നാൽ സക്കറിയ ഇത് മാലാഖയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും ദൈവിക പദ്ധതികളെയും പ്രവർത്തനങ്ങളെയും അവിശ്വസിച്ചതിനാൽ ഈ കുട്ടി ജനിക്കുന്നതുവരെയും മൂകനായിത്തീരുന്നു, ഊമനായിത്തീരുന്നു. അപ്പോൾ ഇത് കർത്താവിൻ്റെ ഒരു കരുണയുടെ വെളിപ്പെടുത്തൽ കൂടിയാണ്. ദൈവസന്നിധിയിൽ നിന്ന് സംസാരിക്കുന്നവനെ വിശ്വസിക്കായക മൂലം ദൈവത്തിൽ നിന്നും ഒരു ചെറിയ ശിക്ഷ സക്കറിയായ്ക്ക് ലഭിക്കുന്നു. എന്നാൽ കരുണയുള്ള കർത്താവ് ഈ ദൈവിക വാഗ്ദാനം പൂർത്തിയാകുമ്പോൾ, ഈ കുട്ടി ജനിച്ചു കഴിയുമ്പോൾ ഈ ദണ്ഡനത്തിൽ നിന്ന് അവൻ മോചനം കൊടുക്കുകയാണ്. കാരണം ഇത് ഗബ്രിയേൽ മാലാഖ പറഞ്ഞത് വിശ്വസിക്കുവാൻ ഒരു ഉറപ്പ് എന്ന നിലയിൽ ഇത് സംഭവിക്കും. അതുവരെയും നിശബ്ദനായിരിക്കാൻ ഇദ്ദേഹത്തിന് കർത്താവിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായിത്തീരുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച സക്കറിയ പുറത്തു വരാൻ താമസിക്കുന്നത് കാണുമ്പോൾ പുറത്ത് പ്രാർത്ഥനയുമായി കാത്തുനിന്ന ജനം വല്ലാതെ അസ്വസ്ഥരാവുകയാണ്. കാരണം ഇങ്ങനെ ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുള്ളതല്ല. ദൈവാലയത്തിൽ നിന്ന് അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുന്ന പുരോഹിതൻ ഒരു നിശ്ചിത സമയം കഴിഞ്ഞ് വരേണ്ടതാണ്. എന്നാൽ ഈ ദർശനവും ഈ സംഭാഷണവും മാലാഖയുടെ വാഗ്ദാനം ഇതെല്ലാം കാരണം കുറേ ലേറ്റ് ആകുന്നത് കണ്ട് ജനം അസ്വസ്ഥരാവുകയാണ്. കാരണം അയോഗ്യതയോടെ ദൈവസന്നിധിയിൽ പ്രവേശിച്ചാൽ മരിക്കും എന്ന് അവർ കരുതിയിരുന്നു. എന്നാൽ സക്കറിയാൽ പുറത്തു വരുമ്പോൾ ഊമനായിരിക്കുന്നതും ആംഗ്യ ഭാഷയിൽ ഇവരോട് സംസാരിക്കുകയും ചെയ്യുന്നത് അവർ കണ്ടു. അപ്പോൾ അവർക്ക് മനസ്സിലായി കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നും സക്കറിയായ്ക്ക് എന്തോ ദർശനങ്ങൾ ഉണ്ടായിരിക്കുന്നു, ഏതോ അതിമാനുഷികമായ ദൈവിക ഇടപെടൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായി. അങ്ങനെ സക്കറിയ കുട്ടി ജനിക്കുന്നതുവരെയും ഊമനായിരിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, പിതാക്കന്മാർ ഇതാണ് പറയുന്നത്. ഒരു മാലാഖ പറഞ്ഞ സന്ദേശം സ്വാഭാവിക കാരണങ്ങളാൽ തന്നെ വിശ്വസിക്കാതിരിക്കാൻ ന്യായമുണ്ടായിട്ടും വിശ്വസിക്കാത്ത സക്കറിയ എന്ന നീതിമാനായ ഒരു പുരോഹിതനെ ദൈവം ശിക്ഷിക്കുന്നു എങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ തിരുപ്പിറവിയെപ്പറ്റി തിന്മ നിറഞ്ഞ വാക്കുകൾ പറയുന്ന, അതിനെതിരായി പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? Have a blessed day to all of you.